ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വഴുതനങ്ങ മസാലക്കറി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ, തക്കാളി, കപ്പലണ്ടി, പിന്നെ കുറച്ച് തേങ്ങ. ഇനി നമുക്ക് വഴുതനങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കാം. ഇനി കുറച്ച് മല്ലിയില, തക്കാളി, സവാള അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അത് നിർബന്ധമില്ല. ഇനി നമുക്ക് അടുപ്പത്ത് ചട്ടി ചൂടായി വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി അതിതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ സവാളയും വഴുതനങ്ങയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ നമ്മൾ 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറും ഒന്ന് മാറി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഈ സമയം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് അരച്ച് എടുക്കുക. ഈ ഒരു അരപ്പ് നമുക്ക് നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് ഈ ഒരു അരപ്പും കൂടെ നമ്മുടെ ഈ കറിയുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിളച്ച് വരുമ്പോഴത്തേനും ഈ കറിയിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.